വെൽക്കം ടു പാഥസ് കിച്ചൻ. അപ്പോൾ വിശ്വസിക്കുന്നു എക്സാണ് അൽഹംദുലില്ല. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ വിശേഷം ഒന്നും പറയാതിരിക്കലാണ്. അത് എൻ്റെ കോളേജൊക്കെ തുടങ്ങി ഗൈസ്. ഞാൻ ഇവിടെ തന്നെ ദുബായിൽ ഒരു ഡിമോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് BSc ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 1 മാസത്തോളമായി. എന്നിട്ട് അത് കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. എനിക്ക് അത്യാവശ്യം വീഡിയോസ് ഇടാനൊക്കെ എന്താണ് ടൈമൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് മടിയാണ് ഗൈസ്. സത്യം പറയാമല്ലോ, എനിക്ക് മടിയാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട് അൽഹംദുലില്ല. അപ്പോൾ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ലീവിലാണ്. ഓക്കെ, അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. ഇൻഷാ അള്ളാ ഇനി അടുത്ത ആഴ്ച തൊട്ട് റെഗുലർ ആക്കണം എന്ന് വിചാരിക്കുന്നു. പറ്റിയാൽ ആക്കുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ. ഓക്കെ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം. അതും എനിക്ക് എൻ്റെ ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴും എൻ്റെ ഫേവറേറ്റാണ് ചിക്കൻ. എനിക്ക് പണ്ടോട്ടേ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഇങ്ങനെ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പച്ചമുളക്, 5 വെളുത്തുള്ളിൻ്റെ അല്ലി, ഒരു 2 ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചി ഇട്ട് കൊടുത്ത് പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. ഇതിപ്പോൾ നമ്മൾ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിനാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്. ഓക്കെ, ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ. വിനീഗറിന് പകരം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് ഇരുത്താം. ഞാനൊരു 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഒരു 1 ഇഞ്ച് ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടേക്ക് എടുക്കാൻ പറ്റുള്ള ഈസ്. ഓക്കെ ഓക്കെ, ഈസി ഇട്ട് കൊടുക്കാം. വീഴുന്നില്ല ഗൈസ്, അതൊന്നും നമുക്ക് എന്നിട്ട് ഇതൊരു 15 മിനിറ്റത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് പൊടികൾ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പൊടികൾക്കുള്ള സംഭവങ്ങൾ തുടങ്ങാം. നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 മുട്ട, ചെയ്യാം ഗൈസ്. നമുക്ക് 1/2 കപ്പ് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം. ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഞാനൊരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടോ. 1/2 കപ്പ് ചേർത്തിട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ഓക്കെ,
ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കോട്ടിങ്ങിനുള്ള സാധനം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തൊട്ട് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലവർ പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതൊക്കെ കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ്. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുക്കി പൊരിക്കാം. അപ്പോൾ നമ്മളുടെ സോക്ക് ചെയ്യാൻ വെച്ച ചിക്കനെ ഞാനൊന്ന് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ മുക്കി പൊരിക്കാനുള്ള പൊടി, ഇത് മുക്കി പൊരിക്കാനുള്ള ലിക്വിഡ്. ഓക്കെ, ഫസ്റ്റ് ഇത് ചിക്കൻ എടുക്കും, ഇതിനകത്ത് മുക്കും, അതിനകത്ത് കോട്ട് ചെയ്യും, എന്നിട്ട് പൊടിയിലോട്ട് ഇടും. വാക്ക് കിട്ടാനില്ല ഗൈസ്, മൈ ഗോഡ്. ഷേക്ക് ചെയ്യും, കുലുക്കും. അപ്പോൾ എക്സസ് പൊടി താഴത്തോട്ട് വീഴും, അത് നമുക്കെടുത്ത് പൊരിക്കും. ഓക്കെ, നമ്മളിത് റോസ്റ്റഡ് ചിക്കൻ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് പിന്നെ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചുതരാം. വേറെ കീപ് ദിസ് ബ്രോ. ചിക്കൻ ഓക്കെ എടുത്ത് ലിക്വിഡിലോട്ട് ഇടാം. കോട്ട് ചെയ്യുക, കോട്ട് ചെയ്യുക, പൊടിയിലോട്ട് ഇടാം. പൊടിയിലോട്ട് ഇട്ടത് കാണുന്നില്ലല്ലേ, പൊടിയിലോട്ട് ഇട്ടു. ഓക്കെ, ഷേക്ക് ചെയ്യുക. അപ്പോൾ പൊടിയിൽ കോട്ടാവും. എന്നിട്ട് നമുക്കത് എക്സസ് ഷേക്ക് ഓഫ് ചെയ്യുക. ബാക്കിയുള്ള പൊടി തട്ടിക്കളയാം, അതെടുത്ത് പൊരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കോട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എണ്ണ, ഓക്കെ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടായിട്ടുണ്ട്, ഏകദേശം ബബിൾസ് ഒക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. സംശയം വരാം. നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളർ തന്നെ വരെ നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കുക്കാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കരിയാതെ സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, എനിക്കിപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡി ആയിട്ട സാധനമാണ് ഓർമ്മ വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ലാസ്റ്റ് തമ്മനയിലിന് ഫോട്ടോ എടുക്കാൻ ഉണ്ടാവുമോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. യൂസ് സൂപ്പർ സാധനം. ഫീലിംഗ് പ്രൗഡ്. #feeling proud. Oh my god. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്. അപ്പോൾ അടുത്ത കാണാം ഇൻഷാ അല്ലാഹ്.